എനിക്ക് ശരിക്കും കാമുകന്മാരില്ലായിരുന്നു സത്യത്തില്. കാരണം ഞാൻ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റ് ആയിരുന്നുള്ളൂ. ഇവിടെ എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. മരുമക്കൾക്കാണ് ഏറ്റവും വലിയ ലക്ക് എന്ന് പറയണത് അല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേറെ തന്നെ ഒരു ലൈഫ്, നല്ല അപ്പനും അമ്മയും നമ്മളൊക്കെ എപ്പോഴും വരും. ഇതുപോലെ അമ്മായപ്പനും ഇതുപോലത്തെ ഒരു ഫാമിലി, ഇത്രയധികം ട്രാവൽ ചെയ്യണ, എപ്പോഴും ഹാപ്പി മൊമെന്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൊന്ന് ചിമ്മുമ്പോൾ ഉമ്മാന്റെ മോറാണ്, കണ്ണാടി നോക്കുമ്പോ വാപ്പാന്റെ മോനാണ്. പ്രായം കടന്നെത്ര പോയാലും എന്താണ് എന്നെന്നും ഞാൻ എന്റെ ഉമ്മാക്ക് കുഞ്ഞാണ്. ശരിക്കും ഞങ്ങൾ UK-ലായിരുന്നെങ്കിൽ കുഞ്ഞുമറി ഇത്രയും ഇന്ററാക്റ്റീവ് ആകുമായിരുന്നു ഉറപ്പായിട്ടും. നീ ഒരു കിളിനെ പിടിച്ചോണ്ട് അപ്പൊ അത് കുഞ്ഞു കിളിയല്ലേ? അവിടെ ആരെയൊക്കെയായിട്ട് ഹണിമൂൺ പോകുന്ന ആദ്യമായിട്ട് നമ്മളായിരിക്കും. ഇവിടെ ഇപ്പൊ എത്ര മീനുണ്ട്? 300 മീൻ കാണും. അരപ്പൈമ പുറത്താ. അതിനകത്ത് കിടക്കുന്നതെല്ലാം കുഞ്ഞുങ്ങളാണ്. ഇപ്പം പപ്പ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചിട്ട് ഓരോന്നിനും പിടിച്ച് കൈ കൊണ്ട് നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കും. ഒരു ദിവസം ഇവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസ് എത്ര? 12,000 രൂപ ഒരു ദിവസം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന എന്തെങ്കിലും തിങ്സ് ഉണ്ടോ? ചൂണ്ട തന്നെ എക്സ്പെൻസീവ് ആണ്. പണ്ടത്തെ ചൂണ്ടയൊക്കെ നമുക്ക് എളുപ്പമായിരുന്നു. ഇപ്പോഴത്തെ ചൂണ്ട എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ റോഡും റെയിലും കൂടെ വരുമ്പോൾ നമുക്കൊരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ. പിന്നെ അതിൽ വരുന്ന നൂലിന് ചിലപ്പോൾ ഒരു 10,000 15,000. അഞ്ചു ചേച്ചി മീൻ പിടിച്ചിട്ടുണ്ടോ? പഠിച്ചു. ഞങ്ങളെല്ലാവരും ചൂണ്ടയിടാൻ പഠിച്ചപ്പോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഫിഷിങ് ചെയ്യുമ്പോ മണ്ണിര കുറക്കാനാ. അതുവരെ പഠിച്ചു. അതും പഠിച്ചു. ഇപ്പൊ ഒരു റെയ്ഡ് വന്നു പറഞ്ഞു, സത്യം പേടിച്ചു പോയോ? എങ്ങനെയായിരുന്നു? പിന്നെ ഉറപ്പായിട്ടും നല്ല നമുക്ക് അറിയില്ലല്ലോ. ഫോണൊക്കെ എല്ലാവരും ആരെയും വിളിക്കരുത്, ഡോർ അടച്ചിടുന്നു, എന്നിട്ട് ഗേറ്റ് അടയ്ക്കുന്നു, ആരും ഇങ്ങോട്ടും വരാതെ. നിങ്ങളുടെ ഒരു ഫാമിലി ഇന്റർവ്യൂ ഇതുപോലത്തെ ഒരു സ്ഥലത്തല്ലാതെ വേറെ എടുക്കാൻ പറ്റില്ല. അത്രയധികം പ്രകൃതിയും ഈ പറഞ്ഞ ജീവജാലങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ്. സത്യത്തിൽ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് വീട്ടിൽ ഇതുപോലൊരു കുട്ടി മൃഗശാല ചെയ്യണം. ഇത് എപ്പോഴത്തെ ഒരു ഐഡിയ ആയിരുന്നു? തുടക്കത്തിലെ വീട്ടിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ കുഞ്ഞിലെ തൊട്ട് വീട്ടിൽ ലവ് ബേർഡ്സ് എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഓർമ്മ വെക്കുമ്പോഴുണ്ട്. അപ്പം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഓർത്ത് എന്താണെങ്കിലും വെറുതെ ഇരിക്കുവാണല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നു. ഞാനും പപ്പയും കൂടി ഈ ഒരു കുളം കണ്ടോ, ഈ കുളം ഫസ്റ്റ് കുത്തി. പിന്നെ അതിനുശേഷം അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതിന് ചുറ്റും മാത്രം ചെറിയൊരു കൂടുണ്ടാക്കി. പിന്നെ നോക്കിയപ്പോഴേക്കും അത് പോരെ സ്പേസ്. പിന്നെ അത് വലുതാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടാക്കി. അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് അവിടം വരെ ആക്കി. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ സ്ഥലമില്ല. ഇനിയും ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇനിയുണ്ട്, ആഗ്രഹമുണ്ട്. നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി കാരണം ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഈ ഫേസുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്, കാരണം ഓരോരുത്തരെയും പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ വീട്ടിലെ ആളുകളെ പോലെ സത്യത്തിൽ നിങ്ങൾ എല്ലാവരെയും കാണുന്നത്. അഞ്ചു പറയൂ, ഇവരിപ്പോ 3 ആൺകുട്ടികളുടെ വീട്ടിൽ വരാണ്, ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വരുന്ന ആളാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ വീട്ടിലെ മൂത്ത ആളായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും ഇളയ ആളായി. 2 ചേച്ചിമാരെ ചേട്ടന്മാരെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. നിങ്ങളിപ്പം ഓൾറെഡി ചെറുപ്പം മുതലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് മൃഗങ്ങളെ സ്നേഹിച്ച് വരുന്ന ആളുകളാണല്ലോ. അത് തന്നെ നിങ്ങളെ കുട്ടികളിലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടോ? രണ്ടുപേരും കാര്യമായിട്ട് അവരുടെ ഫേവറേറ്റ് സ്പോട്ട് ഇതാന്ന് തോന്നുന്നല്ലേ, പ്ലേ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത്. വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. ഇതിപ്പോ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഒരു കിളീനെ പിടിച്ചോണ്ട് വരും. അവൾ അതിന് പിടിക്കാൻ പോകുന്ന ഒരു കിളീനെ പിടിച്ചോണ്ട് വരുമോ? ഇടയ്ക്ക് കൂടെ കയറി പോകുന്ന നോക്കി. പേടിയൊന്നുമില്ലല്ലേ? ഇതൊന്നും എല്ലാവരും ആഗ്രഹിച്ചാണ്. ഇപ്പൊ ഓരോരുത്തരും പയ്യെ പിടിക്കത്തുള്ളൊക്കെയുള്ളേ, സോഫ്റ്റ് ആയിട്ട് പിടിക്കത്തുള്ളത്. ഇത് കുഞ്ഞു കിളികളാണ്. ഇപ്പൊ നമ്മുടെ വിരിഞ്ഞിറങ്ങുന്ന കിളികളാണ്. അപ്പൊ ഇവൾക്കാണെങ്കിലും അതിനെ ഭയങ്കര ഇഷ്ടം. രണ്ടുപേരും അതിനെ പിടിക്കുക, അതൊക്കെയാണ് രണ്ടുപേരുടെ മെയിൻ ഇഷ്ടങ്ങൾ. പുറത്തുനിന്ന് വന്ന ഒരാളാണല്ലോ, ഇവിടെ വന്ന് ഇത്രയും മൃഗങ്ങളൊക്കെ കണ്ടപ്പോ എന്തുണ്ട്, എങ്ങനെയായിരുന്നു ആ ഫീല്? ആദ്യമൊക്കെ എനിക്ക് ശരിക്കും പേടിയായിരുന്നു കേട്ടോ. ഇതുങ്ങൾ മേത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. പിന്നെ ഇപ്പൊ ശീലമായി.
പൊതുവെ എനിക്കിപ്പോൾ ഒരാൾ ഇഷ്ടമാണ്, നേരിട്ട് പറയാൻ നമുക്ക് പെൺപിള്ളേർക്ക് ഒരു ചമ്മലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഭയങ്കര സർപ്രൈസ് ആക്കിയത് ഇവിടെയാണ് നേരിട്ട് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും. ഒരുപാട് ഇപ്പം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രപ്പോസൽസ് വരാം. എന്തുകൊണ്ടാണ് അഞ്ജു ചേച്ചിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് ഭാവി വധുവാക്കാം എന്ന് തീരുമാനിക്കുന്നത്? അഞ്ജു, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നേരത്തെ അറിയാം, ഞങ്ങൾ രണ്ടുപേരും നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം കാരണം ഞാൻ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവള്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നോർമൽ കാഷ്വലായിട്ടാണ് മെസ്സേജ് അയച്ചത്. അതിനുശേഷം 1-2 ദിവസം ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തു, പിന്നെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. എന്നിട്ടാണ് ഇവൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ എന്നെ ഇങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്തത്. എന്തായിരുന്നു ആദ്യം അയച്ച മെസ്സേജ്? ഹായ്, ഞാൻ സെബിൻ ചേട്ടാന്നാ വിളിക്കുന്നത്. ഹായ് സെബിൻ ചേട്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് പഠിപ്പിക്കുമ്പോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ മനസ്സില്, അതോ ഭയങ്കര പേടിയായിരുന്നോ? അന്ന് സെർച്ചിന്റെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ വരാറില്ല, ഞാൻ സ്പീക്കിംഗ് ക്ലാസ്സിൽ പോകാറില്ലായിരുന്നു. സെർച്ച് സ്പീക്കിംഗ് എടുക്കുന്നത് കാണും ഇടയ്ക്ക് ജസ്റ്റ്. നീ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എൻ്റെ ക്ലാസ് കൊള്ളത്തില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഒരാളോട് സംസാരിക്കാൻ ശരിക്കും ഭയങ്കര പാടാണ്. ഞാൻ തന്നെയാണ് സ്പീക്കിംഗ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു എക്സാമിനർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മളോട്. അതുകൊണ്ട് ഞാൻ പോകാറില്ലായിരുന്നു. പക്ഷെ എങ്ങനെ ധൈര്യം കിട്ടി അത്രയൊക്കെ ഒരു നേരിട്ട് പോയിട്ട് ഒരാളോട് മെസ്സേജ് അയക്കുക അല്ലേ, ഇതാന്ന് പറയാ, കല്യാണം നമ്മളൊരാളെ ചൂസ് ചെയ്യുന്ന അത്രയും അത് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ് കേട്ടോ സത്യത്തിൽ. ഞാൻ ഒരുപാട് ചിന്തിച്ച് എങ്ങനെ മെസ്സേജ് അയക്കണം, എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം. അപ്പം ശരിക്കും എൻ്റെ മനസ്സിൽ സോച്ചും കാനഡയ്ക്ക് പോയിരുന്ന, കാരണം ഓൾറെഡി ഐൽസ് ക്ലിയർ ആയി, മൈഗ്രേഷന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഓർക്കുന്നത് എന്തായാലും കാനഡയ്ക്ക് പോയി അവിടെ സെറ്റായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ മനസ്സിൽ. അപ്പൊ അവിടെ നമുക്ക് സെറ്റിൽഡ് ആവാം. കാനഡയ്ക്ക് പോകുന്ന പറഞ്ഞൊരു നാളാണ് ഇപ്പൊ ചൂണ്ടിടും. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. തിരിച്ച് നാട്ടിൽ ഇപ്പൊ സെറ്റിൽഡ് ആയിരിക്കണോ? എനിക്ക് ജോബ് വിടാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലിപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ജോബൊക്കെ വിട്ടിട്ട് നാട്ടിൽ സെറ്റിൽ ആയല്ലേ, ഞങ്ങൾക്കൊക്കെ ശരിക്കും അസൂയ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട് അവര്. സെബി ചേട്ടന്റെ ആദ്യത്തെ പ്രണയമായിരുന്നോ? അല്ല, കോൺഫിഡന്റ്ലി അത് നന്നായിട്ട് അറിയാമോ? ഈ ശരിക്കും പ്രേമിക്കുമ്പോഴുള്ള കാമുകനും കല്യാണം കഴിച്ചുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്, അത് എന്തെങ്കിലും ഡിഫറെന്റ് തോന്നുന്നുണ്ടോ? എനിക്ക് ശരിക്കും കാമുകന്മാരില്ലായിരുന്നു സത്യത്തില്. നിങ്ങൾ കുറച്ചെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാവുമല്ലോ. 2 വർഷം ഉണ്ടായിരുന്നു, കോവിഡ് ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും കോവിഡ് എങ്ങനെയുണ്ട് ആ കാമുകനും ഇപ്പത്തെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അത് അതുപോലെ തന്നെയാണോ? അന്നെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടത്തില്ലല്ലോ, ഇപ്പൊ ചെറുതായിട്ടൊക്കെ ദേഷ്യപ്പെടുക. പക്ഷെ അന്നത് ഫീൽ ചെയ്തില്ല, ഇപ്പം സ്വന്തമായി എന്ന് കരുതിയപ്പോഴത്തേക്ക് കുറച്ച്. പക്ഷെ വന്നപ്പോ എനിക്ക് തോന്നുന്നു, എനിക്ക് മരുമക്കൾക്കാണ് ഏറ്റവും വലിയ ലക്ക് എന്ന് പറയണം അല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേറെ തന്നെ ഒരു ലൈഫ്, നല്ല അപ്പനും അമ്മയും നമ്മളൊക്കെ എപ്പോഴും വരിക ഇതുപോലെ അമ്മായപ്പനും ഇതുപോലത്തെ ഒരു ഫാമിലി, ഇത്രയധികം ട്രാവൽ ചെയ്യണ, എപ്പോഴും ഹാപ്പി മൊമെന്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. ശരിക്കും ഭയങ്കര ബ്ലെസ്സിങ്. എന്നാൽ എനിക്ക് എൻ്റെ വീടല്ല വേറൊരു വീടാന്നൊരു ഫീലിങ്ങേ വന്നിട്ടില്ല. പപ്പ ആയിട്ടെ, മമ്മി ആയിട്ടെ, അച്ചാച്ചൻ, ചേച്ചി, ജിനാച്ചന് എല്ലാവരും അങ്ങനെ നമുക്ക് സ്വന്തമാണെന്ന് തോന്നത്തുള്ളൂ. നമ്മുടെ സിസ്റ്ററും ബ്രദറും അപ്പായും അമ്മയൊക്കെ എങ്ങനെയാണോ അതുപോലെ. ഈ കുഞ്ഞുമറിയം ഒരു കിളിനെ പിടിച്ചോണ്ട് വരുന്നു, അപ്പൊ അത് കുഞ്ഞു കിളിയല്ലേ. അയ്യോടാ, ഈ മീനെ പിടിച്ചോണ്ട് വരുന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കാരണം ഹെൽപ്പ് ചെയ്യണേ. ആണോ? മീനെ ഇഷ്ടാണോ? മീനെ പിടിക്കാറുണ്ടോ? ആണോ? കിളിയാണ് തോന്നി താല്പര്യം. പക്ഷെ കുഞ്ഞു കിളി ഉണ്ടോ? ആ ഓക്കെ ശരി. ഓ എക്സ്പ്രഷൻ ഉണ്ട് കുഞ്ഞു കിളി. ശരിക്കും പറയും ഇത് കാണുന്ന പാരന്റ്സ് ഉണ്ടല്ലോ, എന്തായാലും ഒരു വീട്ടിലൊരു കിളീനൊക്കെ വാങ്ങിക്കൊടുക്കും. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പാരന്റിങ്. അതായത് ഈ കാണുന്ന കിളിയില്ലേ, അതിന്റെ പേര് പൈനാപ്പിൾ കൊണൂർ എന്നാ. പക്ഷെ അത് ഒരിടയ്ക്ക് അറിയപ്പെട്ടോണ്ടിരുന്നത് തൊമ്മൻ. അതെ, നിങ്ങൾ പേരിട്ടതിന് ശേഷം ആൾക്കാരൊക്കെ ചെന്നിട്ട് തൊമ്മനെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിള്ളേരെ ചോദിക്കുന്നത്, പേരൻസ് അല്ല. അപ്പൊ എന്നോട് കിളിക്കൊണ്ടിലെ ആൾക്കാരൊക്കെ, പക്ഷെ പെറ്റ് ഷോപ്പിലെ ആൾക്കാരൊക്കെ പറയുന്നത് അതിന്റെ പേര് തന്നെ നിങ്ങൾ മാറ്റിക്കളഞ്ഞു. വീട്ടില് 3 ആൺപിള്ളേര്, അത് ഒരേ വൈബിളുള്ള ആളുകളാ 3 പേരും. അതിന്റെ ഒരു ഗുണം എന്താ? അതിന്റെ ഗുണം നമുക്ക് ഒന്നിനെ കുറിച്ചും വലിയ കാര്യമുള്ള ഡിസ്കഷൻ ഒന്നും വേണ്ട. ഇന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും വല്ല ചൂണ്ടിടുന്ന കാര്യമാണ് മെയിൻ. ഇന്ന് ഇന്ന സ്ഥലത്ത് പോകണമെന്നുള്ളതിനകത്ത് ചോദ്യമൊന്നുമില്ല, പോയേക്കാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മൈൻഡിൽ പോവാണ്. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലേ ഫിഷിംഗ് എന്ന് പറയുന്നത്. അതെ അതെ,
അതായത് ഞങ്ങളിപ്പം എല്ലാവരും വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം വീഡിയോ എടുക്കാനായിട്ട് അല്ലാതെ തന്നെ ഞങ്ങൾ ചൂണ്ടിടാനായിട്ട് പോകും. ചെയ്തുണ്ടോ? ആ പാവം. പാവം. ഇതിന്റെ പേരെന്താ? അത് കടിക്കുന്നുണ്ട്, എന്നിട്ട് അവള് പിടിച്ചോണ്ട് അത് ചെറുതായിട്ടുള്ള കൈ കടിക്കും. കേട്ടോ അങ്ങനെ അഞ്ചു ചേച്ചി മീൻ പിടിച്ചിട്ടുണ്ടോ? ഒരുപാട്. ആദ്യം കല്യാണം കഴിച്ച് വന്നിട്ട് ആരോ പഠിപ്പിച്ച എന്തായാലും ഫിഷിംഗ് ചെയ്യണം, ഇവിടെ വന്ന് നിർബന്ധമായിട്ട് ഫിഷിംഗ് ചെയ്യണം എന്നാണോ? എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഫിഷിങ് ചെയ്യുമ്പോൾ മണ്ണിര കുറക്കാനാ. അതുവരെ പഠിച്ചു. അതും പഠിപ്പിച്ചു. ഇവളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ ആറാ, എന്നിട്ട് ഇവിടെ ചൂണ്ടിടാൻ വേണ്ടി പോയിട്ടില്ല. ആദ്യമായിട്ട് ചൂണ്ടിടുന്നു ഇവിടെ വന്നിട്ട്. കല്യാണം കഴിയേണ്ടി വന്നു ശരിക്കും മീൻ പിടിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ എക്സ്പേർട്ട് ആണോ? പ്രോയാ പഠിച്ചു. ഞങ്ങൾ എല്ലാരും ചൂണ്ടയിടാൻ പഠിച്ചിപ്പോ. ഏതൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട്? ഞാൻ കടലിൽ പോയി മീൻ പിടിച്ചിട്ടുണ്ട്. കടലിൽ പോയി പിടിച്ചിട്ടുണ്ട്, കരിമീൻ, ചെമ്പല്ലി എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങള് ഹണിമൂൺ പോയത് 4 ദിവസം കഴിഞ്ഞിട്ട് ഇതാ പറഞ്ഞത്. ഞങ്ങള് ഹണിമൂൺ പോയത് എല്ലാരും കൂടെ ലക്ഷദ്വീപിലാണ് പോയത്. അന്ന് ഇവിടെ കടലിൽ നിന്ന് മീൻ പിടിച്ചു. ഈ സത്യം നമ്മളിപ്പം ലാലേട്ടന്റെ മൂവി ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഹണിമൂണിന് പോവാന്ന് പറയണത്, അതുപോലെ നമുക്ക് ഫീൽ ചെയ്തേ. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നല്ലേ? ഞങ്ങൾ അത് കഴിഞ്ഞ് തന്നെ ട്രിപ്പ് പോയി കേട്ടോ. ഹണിമൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു, സത്യം പറയാമല്ലോ. ഞാൻ അത് കഴിഞ്ഞ് എപ്പോഴും സച്ചിനോട് പറയും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന്. മടുത്തു. ഞങ്ങൾ അങ്ങനെ അത്രയും ആൾക്കാരിടയ്ക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബോറടിച്ചിരിക്കുകയായിരുന്നു അവിടെ. സത്യമായിട്ടും അതാ നമ്മൾ പറയുന്നേ, എത്ര ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും നമ്മളവിടെ ഒറ്റയ്ക്ക് പോയി നമുക്ക് ഷെയർ ചെയ്യാൻ കാര്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല. അന്ന് ഹണിമൂണ് പോയ എന്റെ കൂട്ടുകാർ വരെ ഉണ്ടായിരുന്നു അല്ലേ? ആ എല്ലാരും കൂടെ ഹണിമൂണ് പോയേ. അന്ന് രണ്ടുപേർക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ രണ്ടുപേരും വന്നില്ല. ബാക്കി എന്റെ ഫ്രണ്ട്സ്, ഇവളുടെ അനിയൻ. അതോ 24 മണിക്കൂർ ബോട്ടേ തന്നെ, ഒരു ബോട്ടേല് ടോയ്ലറ്റ് പോലില്ലാത്തൊരു ബോട്ടേ ഞങ്ങള് ഫിഷിംഗ് കടലില് ലക്ഷദ്വീപ്. സത്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടെ നിങ്ങളുടെ ലൈഫിൽ വന്നോണ്ട് ഇത്ര ബ്യൂട്ടിഫുൾ അവിടെ ആയിട്ട് ഹണിമൂണ് പോകുന്ന അതിവൻ എന്റെ കല്യാണത്തിന് ആ സമയത്ത് എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അധികം നമ്മളങ്ങോട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല അല്ലേ? ചേട്ടന്റെ ഹണിമൂൺ എങ്ങനെയായിരുന്നോ? വിനോദിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ വീട്ടില് കല്യാണ സമയത്ത് എല്ലാവരും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാകും. എല്ലാവരും 25 പേര് ചെല്ലാനത്ത് ചൂണ്ടിടാൻ വേണ്ടി. അത് ശരി. നെക്സ്റ്റ് ഡേ അതിന്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വൈഫിന് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അന്ന് സിജി ആദ്യത്തെ മീൻ പിടിക്കുന്ന അന്നാ ഫസ്റ്റ് മീൻ പിടിക്കുന്ന ആ മീൻ എന്നിട്ട് എന്നെ കടലിൽ ഒരു ഇച്ചിരി പോയിസണസ് ആയിട്ടുള്ള മീനായിരുന്നു. അത് സിജിക്ക് പിടിച്ചു കൊടുക്കാനുള്ള വെപ്രാളത്തിൽ എനിക്ക് അതിന്റെ കുത്തം കിട്ടി. ഇനിയിപ്പം വൈഫിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, ആളിപ്പോ വർക്കിംഗ്. 7 മണിയാവും വരുമ്പോഴത്തേക്കിന് ഡ്യൂട്ടിയാണ്. അപ്പച്ചനും അമ്മച്ചൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, അവരെ ഞങ്ങള് ഈ മാസം ഞങ്ങൾ അങ്ങോട്ട് പോയി കാണും. ഇത് കാണുമ്പോ അവർക്ക് മിസ് ചെയ്യും എന്തായാലും. ഇപ്പൊ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ. ഇവരൊരു എങ്ങനെയാ നിങ്ങളുടെ ഒരു ദിവസം പോകുന്നത്? എങ്ങനെയാ രാവിലെ എന്നിട്ട് മൃഗങ്ങളുടെ കൂടെ? ഇതിന് കൂടുതൽ നോക്കുന്ന പപ്പയാണ്. ഇപ്പൊ പപ്പ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലൊരു ചേച്ചി വരും. കാരണം ഞങ്ങൾ ഒന്നെങ്കിലും വീഡിയോ എടുത്തെങ്കിൽ ഇതിന്റെ പിള്ളേരെ നോട്ടം, പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇതായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് ഫുൾ ടൈം നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ഒരു ചേച്ചി വരും. അതല്ലെങ്കിൽ എന്റെ പരിപാടി വെച്ചാൽ രാവിലെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലെങ്കിൽ എണീറ്റ് വരിക, ഇത് ഫുള്ള് നനയ്ക്കുക, ഒന്ന് മീനൊക്കെ തീറ്റ കൊടുക്കുക, അതൊക്കെയാണ് എന്റെ പരിപാടി. ശരിക്കും ഫുൾ ഡേ വേണം പപ്പ. അപ്പം ഒരു ഫുൾ ഡേ വേണം. ഇതിപ്പോ പുറകെ എഴുതി വെച്ചിട്ടുണ്ടോ? പപ്പ ഇല്ലാത്തപ്പോ അത് ഓർമ്മിച്ച് എഴുതി വെച്ചിട്ടുള്ള ആ ചേച്ചിക്ക് എഴുതി വെച്ച കൊടുത്തേക്കുന്നതാ. ഇപ്പൊ ഒരു റെയ്ഡ് വന്നു പറഞ്ഞു, സത്യം പേടിച്ചു പോയോ? എങ്ങനെയായിരുന്നു? ഞാൻ അന്ന് റെയ്ഡിന്റെ അന്ന് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ മറ്റേ കൊച്ചുണ്ടായ ഉടനെ ഞാൻ എന്റെ വീട്ടിലായിരുന്നു. നമ്മളെ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും പേടിച്ചു. പക്ഷെ അത് പേടി നമുക്ക് ഇതെല്ലാം അവിടെ കാണുമ്പോ ഉള്ള ഒരു ഇതുള്ളൂ. പെട്ടെന്ന് നമ്മളെ അല്ലാതെ നമുക്ക് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഫോണൊക്കെ എല്ലാരും ആരും വിളിക്കരുത്, ഡോർ അടച്ചിടുന്നു, എന്നിട്ട് ഗേറ്റ് അടയ്ക്കുന്നു, ആരും ഇങ്ങോട്ടും വരുന്നത് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു പേടിയുള്ള. അല്ലാതെ നമുക്ക് ഇനി ഒരെണ്ണം വന്നാൽ കുഴപ്പമില്ല. ഇത്രയ്ക്കുള്ള നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ശരിക്കും അത് വന്നപ്പോ എന്തായാലും ടെൻഷൻ ഉണ്ടാവുമായിരിക്കും തുടക്കത്തില്. പിന്നെ ഉറപ്പായിട്ടും നല്ല ടെൻഷൻ. നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഒരിക്കലും എന്താ സംഭവം നമുക്ക് അറിയില്ല. അപ്പൊ അവര് പറയുന്നുണ്ട് നമുക്ക് പേടിക്കണ്ട, ഇതിങ്ങനെ ജസ്റ്റ് ഫോൺ. നല്ല ഓഫീസേഴ്സാണ് കുഞ്ഞുമറിയം. പക്ഷെ കുഞ്ഞുമറിയം ഭയങ്കര സ്നേഹത്തോടെ അതിനെ കണ്ടു. ചേച്ചി കണ്ടു. മീൻ പിടിക്കോ? പാവാണ്. എടാ ഞാൻ നീ മീൻ പിടിക്കാറുണ്ടോ? തീറ്റൊക്കെ എടുത്ത് കളയാണല്ലോ. ഇതെല്ലാം പപ്പ ചെയ്യുന്നതൊക്കെ ഇവര് കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന. പപ്പ വന്നിട്ട് ക്ലീനിങ്ങും കണ്ടിട്ട് അവര് ചെയ്യുന്നതാണ്. മീൻ പിടിക്കാറുണ്ടോ? ഈ ഹാൻ ഞാൻ മീൻ പിടിക്കാറുണ്ടോടാ? ആണോ? ഏതൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട്? വലിയ മീനുകളെ. മീനിന്റെ പേരൊക്കെ അറിയോ? ഗപ്പി ആയിരിക്കില്ല ആദ്യം നമ്മള് തുടങ്ങിയിട്ടുണ്ടാവും. അത് ഇടുന്നത് മറ്റേ
റബ്ബർ ഷീറ്റിന്റെ മറ്റേ ട്രേ അതിനകത്തൊക്കെ നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ടാങ്ക് ഉണ്ടാക്കി. ടാങ്ക് ഉണ്ടാക്കിയത് ആദ്യത്തെ ടാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ എത്ര മീനുണ്ട്? അതിനകത്തൊരു 10-300 മീൻ കാണും. മീൻ കാണും. ആ അരപ്പൈമ അരപ്പൈമ പുറത്താ. നമ്മള് അവിടെ സെപ്പറേറ്റ് ടാങ്ക് ഉണ്ട്. വേറെ കാര്യം, ഈ ബാക്കി കാണുന്ന കൂടില്ലേ, അതിനകത്ത് കിടക്കുന്നതെല്ലാം കുഞ്ഞുങ്ങളാ. പുതിയതായിട്ട് ഇവിടെ തന്നെ മുട്ടയിട്ട് ഇവിടെ കുഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങള്. ഇപ്പം പപ്പ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഇങ്ങനത്തെ ഒരു 3 കൂടെങ്കിലും കാണും. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചിട്ട് ഓരോന്നിനും പിടിച്ച് കൈ കൊണ്ട് നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കണം. അതെല്ലാം പപ്പ പാലും എടുക്കും. അങ്ങനെ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് പപ്പ അവരെ കെയർ ചെയ്യുന്നത് എല്ലാത്തിനും. ഇവരുടെ ഈ പെറ്റിന്റെ സ്നേഹമൊക്കെ കാണുന്ന സമയത്ത് ഒരു പുതിയൊരു വൃത്തി എന്തെങ്കിലും വാങ്ങി വളർത്താൻ തോന്നുമോ? എനിക്ക് തോന്നുന്നു ഇനി ഇതിനകത്ത് പുതിയതായിട്ടൊന്നും വാങ്ങാനില്ലെന്ന്. ഓൾമോസ്റ്റ് എല്ലാ കിളികളും തന്നെ ഉണ്ട്. അഞ്ജുവിന് മറ്റേ പൈത്തൺ ഭയങ്കര ഇഷ്ടമാണ്. പേടിയായിരുന്നു തോന്നുന്നു ആൾക്ക് ശരിക്കും. എനിക്ക് ശരിക്കും ഏറ്റവും പേടിയുള്ള ജീവി പാമ്പ്. അപ്പൊ 2 പ്രാവശ്യം കൊണ്ടുവന്നില്ലേ? ചേർന്ന് 2 പ്രാവശ്യം കൊണ്ടുവന്നില്ലേ? 2 പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും ഇപ്പൊ വീട്ടില് വളർത്താറുണ്ടല്ലോ. ഞാൻ മേടിക്കാൻ പല ശ്രമം നടത്തിയ, പക്ഷെ എന്നെ ഇവര് മാനസികപരമായിട്ട് എനിക്ക് ഇഷ്ടമല്ല, ചേച്ചിക്കും പേടിയാ. പേടിയാണ്. ഇവിടെ ആഗ്രഹമുണ്ടോ പാമ്പ്? പക്ഷെ മെയിൻ്റെനൻസ് പാടാ. കാരണം നമുക്ക് സെപ്പറേറ്റ് ഇട്ട് ഒരു ദിവസം ഇവിടെ ഒരു മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് എത്ര ആവും? ഒരു 10,000-2000 രൂപ അല്ലേ? 10,500 രൂപ ഒരു ദിവസം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഈ ചൂണ്ടയിടുന്നതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള തിങ് ഉണ്ടോ എന്തെങ്കിലും? ഉണ്ട്. ചൂണ്ട തന്നെ എക്സ്പെൻസീവ് ആണ്. എത്ര വരും? പണ്ടത്തെ ചൂണ്ടയൊക്കെ നമുക്ക് എളുപ്പമായിരുന്നു. ഒരു കൊല്ലാക്ക, എരവ് തൂക്ക, വെള്ളത്തിലേക്ക് ഇടുക. അതെ, ഇപ്പോഴത്തെ ചൂണ്ട എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ റോഡും റെയിലും കൂടെ വരുമ്പോൾ നമുക്കൊരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ. പിന്നെ അതിൽ വരുന്ന നൂലിന് ചിലപ്പോൾ ഒരു 10,000 15,000. അത് നമ്മൾ ഈ തയ്ക്കുന്ന നൂലില്ലേ, അത്ര കട്ടിയൊക്കെ കാണുള്ളൂ. അതിന്റെ വിലയും പറയുന്നത്. പിന്നെ ലൂറും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ 5-6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ ആവും നമ്മുടെ ഇരിക്കുന്ന എല്ലാം കൂടെ വരുമ്പോഴേക്കും. പിന്നെ ഇതൊക്കെ എപ്പോഴാണേലും കഴിഞ്ഞ പ്രാവശ്യം ലക്ഷദ്വീപ് പോയപ്പോഴത്തേക്കിനാണ് ഞങ്ങളുടെ ഒരു റോഡ് ഒടിഞ്ഞു പോയത്. അതെ, റോഡൊക്കെ ഒടിയും. ഒരു 10-15 ആയിട്ട് റോഡൊക്കെ ചിലപ്പം ഒടിഞ്ഞു പോകും. ഒരു മീൻ പിടിക്കുമ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇത്ര ഒരു കൂട്ടുകുടുംബത്തിൽ വളരുമ്പോഴേ ഇപ്പൊ ഒരുപാട് ആളുകള് അല്ലെ, ആ ഒരു വളർച്ച ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ ഈ ഒരു വളർച്ച എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതൊരു നല്ലതായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഉറപ്പായിട്ടും, കാരണം ഇങ്ങനെ ഇപ്പൊ നമ്മളെ ആൾക്കാർ കൂടുതലുള്ളത് തന്നെ നമുക്കിപ്പോ ഒരു ഈ അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് എപ്പോഴാണെങ്കിലും വരും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മളത് തന്നെ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനൊന്നും ആരും, അത് ഭയങ്കര ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യായിരിക്കും, പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഫാമിലി ഒരാൾ തൊട്ടടുത്ത് നമ്മൾ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഡൗൺ ആകുക എന്ന് പറയുന്ന സംഭവം നമുക്ക് വരില്ല. പിന്നെ പിള്ളേരുടെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഡെവലപ്പിംഗ് ഭയങ്കര ഫാസ്റ്റാണ്. ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ പിള്ളേർ പഠിക്കും, വർത്താനം പറയും. അതായത് അവൾക്കറിയാം ഇപ്പോഴും ഇവിടുന്ന് വണ്ടി എടുത്ത് മനാഫിക്കയുടെ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മനാഫിക്ക വല കൊണ്ട് ഗോൾഡ് ഫിഷിനെ പിടിച്ചു തരും എന്നൊരു സാധനം പുള്ളിക്കാരുടെ മനസ്സിലറിയാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അപ്പൊ ഇതൊക്കെ പിള്ളേര് നമ്മൾ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് അങ്ങനത്തെ കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ UK-ലായിരുന്നെങ്കിൽ കുഞ്ഞുമറി ഇത്രയും ഉറപ്പായിട്ടും. കാരണം ഞങ്ങളെ രണ്ടുപേരെ അവളെപ്പോഴും കാണുന്നുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. പപ്പായും മമ്മി ഒത്തിരി വർത്താനം പറയും അവരോട്. പിന്നെ ഇഹാങ്കൂട്ടം വർത്താനം പറയുന്ന അവള് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഡെവലപ്മെന്റൽ. അതിപ്പോ വർത്താനമുണ്ട്. ഞങ്ങൾ UK-ന്ന് വന്നുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ പോസിറ്റീവ് കൊച്ചിന്റെ ഡെവലപ്മെന്റ്സ് ആണ്. അവള് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇത്ര ഒരു കുടുംബത്തിലൂടെ വന്നുകൊണ്ടാണ്. ഇതുപോലെ തന്നെ എന്തായാലും നിങ്ങളുടെ പുതിയ പുതിയ വീഡിയോസും നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫിഷിംഗ് ഒക്കെ കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. പുതിയ പുതിയ വീഡിയോക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ആൻഡ് ഈ കുഞ്ഞൊരു സ്പേസും പിള്ളേരും എല്ലാവരും കണ്ട് സന്തോഷം. എനിക്ക് പാരന്റ്സിനെ മിസ് ചെയ്തു, അവരെയും കാണുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ആശംസകളും. താങ്ക് യു സോ മച്ച്.